ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് തുടർന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മോട് തിരുവചനത്തിൽ കൂടെ ഇടപെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ തുടരാം. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 3 ബിഗിനിങ് വിത്ത് വേഴ്സ് 20 to വേഴ്സ് 26. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. Praise the Lord. We have been studying from the 3rd chapter of Romans for the past 2 weeks. In chapter 3, Paul said that the Jews did have an advantage over the Gentiles in that they have possessed the scriptures. But possessing the scriptures could not give them any advantage over the Gentiles on the day of judgment. That was his thesis in the initial part of chapter 3. 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ ഒരു കാര്യം, നിശ്ചയമായിട്ടും യഹൂദന് ഒരു വിശേഷതയുണ്ട്. ആ വിശേഷത എന്നുള്ളത് തിരുവെഴുത്തുകൾ യഹൂദൻ്റെ പക്കൽ ഭരമേൽപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ തിരുവെഴുത്തുകളെ തൻ്റെ പക്കൽ ഏൽപ്പിച്ചതുകൊണ്ട് യഹൂദന്മാർക്ക് ന്യായവിധി ദിവസത്തിൽ ആ ഒരു പ്രിവിലേജ് ദൈവം അവർക്ക് നൽകി എന്ന കാരണം കൊണ്ട് ജാതികൾക്കുകളെക്കാളും വ്യത്യസ്തരായി ദൈവം അവരെ ട്രീറ്റ് ചെയ്യുകയില്ല എന്ന് പോൾ പറഞ്ഞു. ആൻഡ് വെൻ ഹി കംസ് ടു വേഴ്സ് 19, he says, even the Gentiles do not have any advantage over Jews just because they didn't possess the law of God, the oracles of God. പോൾ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, യഹൂദന്മാർക്കും അവർക്ക് വചനം കിട്ടിയില്ല എന്ന് വെച്ച് അവർക്കും സവിശേഷതയൊന്നുമില്ല, അവരും ഈക്വലി റെസ്പോൺസിബിളാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു, ദൈവവചനം കേട്ടതുകൊണ്ട് അഡ്വാൻറ്റേജ് ഇല്ല, എന്നാൽ കേട്ടാൽ കുഴപ്പമാകുമെന്ന് ഓർത്തിട്ട് ചിലർ വരാതിരുന്നത് കൊണ്ടും ഒരു അഡ്വാൻറ്റേജും ഇല്ല. ന്യായവിധി ദിവസത്തിൽ എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, the sad truth about humankind is this, that absolutely no one, whether he be a Gentile or a Jew, could claim that they deserved to escape God's punishment on the final day because they had done what the law required. യഹൂദനാകട്ടെ യവനനാകട്ടെ ആർക്കും തന്നെ ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ന്യായപ്രമാണത്തിൻ്റെ നീതിയെ നിവർത്തിച്ചു എന്ന അടിസ്ഥാനത്തിൽ ആർക്കും തന്നെ രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല.
And that is why Paul could say in first chapter, verses 16 and 17, that salvation could only come to anyone, whether Jew or Greek, if God gave it to them through his power and righteousness. So there is no difference. Jews they do not have an upper hand over the Gentiles. Neither do the Gentiles can escape God's judgment just because they didn't have any law or any prophets or any revelation whatsoever. They cannot claim that. And ദൈവം അതുകൊണ്ട് തന്നെ it is only, Paul said in chapter 1 and verse 16 and 17, he is not ashamed of the gospel because it is the power of God unto salvation, whether he be a Jew or a Gentile. Anybody who believes, for them it is the power of God, which means no one can escape God's punishment until and unless God graciously grant them escape. And therefore, anybody who believes, Jew or Gentile, it is in the gospel God provides salvation and God gives righteousness freely. അപ്പോൾ പൗലോസ് പറഞ്ഞ കാര്യം ഇതാണ്. യഹൂദനോ യവനനോ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? 1:16-17 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സുവിശേഷം വിശ്വസിക്കുന്ന ഏവനും, യവനനാകട്ടെ യഹൂദനാകട്ടെ, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. ഇൻ അതർ വേർഡ്സ്, പ്ലീസ് കം ഇൻ ദിസ് റോ, പ്ലീസ്. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. കാരണം nobody has any advantage. It is only when gives freely. ദൈവം സൗജന്യമായിട്ട് തരുമ്പോൾ അങ്ങനെ മാത്രമേ രക്ഷപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. Now, in chapter 3 verses, although we began reading from 20, but we are going to focus from verse 21. Last week we have seen the radical depravity of every human being. The basic depravity that എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായിട്ട്, ടോട്ടൽ ഡിപ്രേവിറ്റി എന്ന് റിഫോംഡ് തിയോളജിയിൽ പറയും. പക്ഷേ ടോട്ടൽ ഡിപ്രേവിറ്റി എന്ന് പറയുമ്പോൾ അവരർത്ഥമാക്കുന്നത് റാഡിക്കലി എന്ന് പറഞ്ഞാൽ they do not mean that there aren't good people and there are certain good people than other people. They do not mean that. But radically, everyone is, until and unless God gives grace and mercy, until and unless God freely give you his righteousness, nobody can escape God's punishment. So that picture of the radical depravity of a human, of a person, Paul uses various Old Testament scriptures. In chapter 3 verse 10-18, he uses many Old Testament passages to prove how radically, fundamentally man is away from God and he cannot save himself until and unless God in his mercy saves him. അപ്പോൾ മനുഷ്യന് അടിസ്ഥാനപരമായിട്ട്, അതുകൊണ്ടാണ് ആ വേദഭാഗം നമ്മൾ
3-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ തിരുവെഴുത്തുകളെ, വേദഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പോൾ പറയുന്നൊരു കാര്യം, അതായത് കംപ്ലീറ്റ്ലി മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ദൈവം അവനോട് കരുണ ചെയ്യുന്നത് വരെ അവനവനെ തന്നെ രക്ഷിപ്പാൻ കഴിയുന്നതല്ല എന്ന സത്യം. And Paul says elsewhere also, for example in chapter 2 of Ephesians, he says, but God who is rich in mercy, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, അടുത്തത്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. And if you look at verse 1, can you show verse 1? അതിക്രമങ്ങളിലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. See, there are 2 words to denote sin. One word is trespass, and the other word is sins. So there are 2 words used that we are dead, Paul says. One is trespass. Trespassing is encroaching a non-boundary or stepping or going beyond a non-boundary. That is trespass. Whereas sins, അതിക്രമങ്ങൾ, പാപങ്ങൾ, അതിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ബൗണ്ടറി, ദൈവം വച്ചിരിക്കുന്ന ഒരു പ്രമാണത്തെ ലംഘിക്കുന്നതിനാണ് അതിക്രമം എന്ന് പറയുന്നത്. എന്നാൽ സിൻ, the word sin means missing the mark. For example, we all know, നമുക്ക് എല്ലാവർക്കും അറിയാം, we know that what you call arrow, shooting arrows to a bullseye, right? But just think that bullseye is so small and you are standing far away from that. You cannot shoot your arrow exactly in the middle of that bullseye. That is that bullseye? I don't know if I'm right. I simply said a word which came to my memory. I'm not sure if I used the correct word. Target, right? But sometimes we, in colloquial language, we right? Okay. Anyway, you got the that's the ലാംഗ്വേജിൻ്റെ ഉദ്ദേശം തന്നെ അതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. താങ്ക് യു. Now, see, that is missing the mark. You want to shoot exactly in the middle, but you missed. So, these 2 things make us dead spiritually. That is called radical depravity. Radically we are away from God. ഈ നിലയിലാണ് നമ്മൾ ദൈവത്തിങ്കിൽ നിന്നും അകന്നിരിക്കുന്നത്. പോൾ പറയുന്നു അത് യഹൂദനും അങ്ങനെ തന്നെയാണ്. യഹൂദന് പിന്നെ തിരുവഴുത്ത് കിട്ടിയത് കൊണ്ട് അവനൊരു വിശേഷതയില്ല. ജാതിക്ക് തിരുവഴുത്തില്ലാതിരിക്കുന്നത് കൊണ്ട് അറിഞ്ഞില്ലെന്നും പറയാൻ പറ്റുകയില്ല. അൾട്ടിമേറ്റ്ലി എല്ലാവരും ഉത്തരവാദികളാണ്. അതാ ഞാൻ പറഞ്ഞേ, ചില മിടുക്കന്മാർ എന്നാൽ പോകണ്ട, കാരണം കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞ്. അവർക്കും പ്രശ്നമാണ്, കേട്ടവർക്കും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് പോൾ ഇവിടെ പറയുന്നത്. എന്നിട്ട് see, Paul is going to explain
in detail what he said in the first chapter, verses 16 and 17. So, 1-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞ ആ കാര്യമാണ് ഈ വേദഭാഗത്ത് പോള് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് പ്രോബബിളി ദ ഗ്രേറ്റസ്റ്റ് exposition of the gospel, and if not in the whole Bible, at least in the book of Romans, this is the greatest, most beautiful exposition of the gospel. Now, Paul in these verses brings out something of the beauty and the grandeur of Christ's saving work. ഈ വേദഭാഗത്ത് പൗലോസ് ക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ ആ മനോഹരമാകുന്ന ആ ഒരു ചിത്രമാണ് ഇവിടെ വരയ്ക്കുന്നത്. നമ്പർ 1, Paul speaks of the righteousness of God. Don't forget, we have seen in the gospel, God's righteousness is revealed. And that is why whether Jew or Gentile, anyone who believes will be empowered through the power of the gospel to be saved. He'll be empowered. Now, number 1, Paul speaks of the righteousness of God. Secondly, he speaks of the sin of man. If you look at verses 20 to 22, he explains the righteousness of God. In verse 23, he speaks about the sin of man. And 24 to 26, he speaks of the salvation of Christ. 3 കാര്യങ്ങളാണ് പൗലോസ് ഈ വേദഭാഗത്ത് പറയുന്നത്. 1, മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ നീതി. 2, മനുഷ്യൻ്റെ പാപം. 3, ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ. And Paul views salvation in 3 ways. പൗലോസ് രക്ഷയെന്നുള്ളത് 3 വിധത്തിലാണ് ഇവിടെ കാണുന്നത്. Number 1, Paul sees salvation as justification. It is, of course, an imagery from the law court. ഒന്നാമതായിട്ട് പൗലോസ് ഒരു നീതിന്യായ കോടതിയിലെ ഒരു ഇമേജ് എടുക്കുകയാണ്. ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. സെക്കൻഡ്ലി, he views salvation as redemption. So the second word is redemption. All these words are very important to understand the beauty of salvation in Christ. Okay? Number 1, justification. No, these words are not some words we coined. No, it is there in the Bible, in the passage, in the text. So we are looking at the text. Number 1, justification. Of course, the language of a law court. Secondly, redemption. We will explain that in a moment. What does it mean? And
by the way, that is an imagery from the market, redeeming something by paying a price. And thirdly, Paul speaks of propitiation or propitiation, whatever accent you have. It is propitiation. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം പരിഹാരം, പ്രായശ്ചിത്തം. 3 വാക്കുകളാണ്. 1 നീതീകരണം, 2 വീണ്ടെടുപ്പ്, 3 പ്രായശ്ചിത്തം. Of course, an imagery from a religious setting. A deity who is so angry, not in this case, but generally speaking, a deity who is so angry, and the people want to please that deity somehow by some sacrifice so that they will avert the anger of the deity. So that is the metaphor, that is the imagery. It is a religious imagery. So don't forget, justification, redemption, and propitiation, or propitiation, or whatever way you pronounce it. Okay. Now let's come back. Verse 21. 21ാമത്തെ വാക്യം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. വായിച്ചു. Mone, can you pass on the mic? Okay. Now, number 1, in this passage, Paul speaks about the righteousness of God. If you look at that passage as a whole, in verses 21 to 26, the righteousness of God is the key phrase in the passage. Okay? That is the key phrase. Righteousness of God. That word, that phrase, that it stands out all through the passage. Righteousness of God. For example, it occurs 4 times in verses 21, 22, 25, and 26. Righteousness of God. In the last 2 verses, verses 25 and 26, it is described as His righteousness, meaning God's righteousness. In verses 24 and 26, the word is used in a verbal form as justify. In verse 26, the word is used in adjective, as an adjective. Just. Okay. അപ്പോൾ ഈ വേദഭാഗത്ത് നമ്മൾ നോക്കിയാൽ ഏറ്റവും പ്രാധാന്യതയോടെ പൗലോസ് പറയുന്ന ഒരു വാക്കാണ് നീതീകരണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി, ഗോഡ്സ് റൈച്ചസ്നെസ്. 21 വാക്യത്തിലും 22 വാക്യത്തിലും 25 വാക്യത്തിലും 26 ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. 24, 26 വാക്യങ്ങളിൽ നീതീകരിക്കുക, അതിൻ്റെ ക്രിയാപദമാണ് ഉപയോഗിച്ചേക്കുന്നത്, നീതീകരിക്കുക. 26 വാക്യത്തിൽ നീതിമാൻ എന്ന ആ നാമവിശേഷണം അല്ലെങ്കിൽ വിശേഷണ പദമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ
ഈ വേദഭാഗത്ത് അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ ഇതുവരെ പൗലോസ് പറഞ്ഞു വന്ന ഒരു കാര്യം, എല്ലാവരും പാപികളാണ്. അതുകൊണ്ട് തന്നെ യഹൂദനോ യവനനോ ആരും ആകട്ടെ എന്ന് പറഞ്ഞാൽ, until this verse Paul has been telling us that Jew or Greek, everybody is a sinner and he stands under the wrath of God. All human beings of every rank and race, of every creed and culture, Jews and Gentiles, the immoral and the moralizing, the religious and the irreligious, are without any exception sinful, guilty, inexcusable and speechless before God. That was his thesis until this verse. അതായത് ഇതുവരെ പൗലോസ് പറഞ്ഞ ഒരു കാര്യം, എല്ലാ മനുഷ്യരും എല്ലാ വംശത്തിലും പദവിയിലും വിശ്വാസത്തിലും സംസ്കാരത്തിലും പെട്ടവരും, ജൂതന്മാരും വിജാതീയരും അധാർമികരും പിന്നെ സദാചാരവാദികളും മതവിശ്വാസികളും മതമില്ലാത്തവരും യാതൊരു വ്യത്യാസവുമില്ലാതെ ദൈവമുമ്പാകെ പാപികളും കുറ്റവാളികളും ഒഴികഴിവ് പറയുവാൻ കഴിയാതെ വണ്ണം അവരെല്ലാം നിശബ്ദരായി, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് verse 19. Can somebody read verse 19? ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗമായി തീരേണ്ടതിനത്രേ. സർവ്വലോകവും ഏതു വായും എന്ത് ചെയ്യുന്നു? That every mouth may be stopped. Everybody is silent. Nobody can claim anything when God judges. And this is the human predicament Paul described until verse 20. Okay? 20-ാം വാക്യം വരെ പോൾ മനുഷ്യൻ്റെ ആ വലിയ വിഷമസന്ധി എന്താണെന്ന് പറയുകയായിരുന്നു. But look at verse 21. ഇപ്പോഴോ but now ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള. Now, so until verse 20, there was no ray of hope, there was no flicker of light, there was no prospect of rescue. But now Paul suddenly breaks in. God himself has intervened. But now, after the long dark night, the sun has risen. A new day has dawned and the world is flooded with light. Okay? ഇതുവരെ പൗലോസ് പറഞ്ഞു വന്നത് ഒരു പ്രതീക്ഷയില്ല, എല്ലാവരും പാപം ചെയ്തു, ആർക്കും രക്ഷയില്ല, യവനനില്ല യഹൂദനില്ല, എല്ലാ വായും അടഞ്ഞു, എല്ലാവരും നിശബ്ദരാണ്, എല്ലാവരും കുറ്റവാളികളാണ്, പ്രതീക്ഷയുടെ ഒരു കിരണം പോലുമില്ല, രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല എന്നാ പൗലോസ് പറയാ. എന്നാൽ ഇപ്പോൾ verse 21, can somebody show that? verse 21. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, but now a righteousness from God. Okay, so what Paul is trying to convey here is that until Paul the apostle,
who was formerly a Pharisee, who was in opposition to the gospel, until he began writing the epistle of Romans, there wasn't this gospel. No, he doesn't mean that. He only contrasts until Jesus Christ in his mercy provided this righteousness, or rather revealed this righteousness in the gospel. Although it was there in the Old Testament, it was not known and appreciated until Christ came. So that is the meaning. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ശ്രദ്ധിക്കണേ, പഴയ നിയമത്തിൽ in the Old Testament it was not altogether a different system. No. Paul doesn't say that, because there are many verses in the New Testament. Sometime we suppose it was by works of righteousness people got saved in the Old Testament. Now it is no more the work of righteousness, but it is purely by grace. No. Whether it was Old Testament or New Testament, because Paul is going to prove it from the life of Abraham in chapter 4. Okay? He states plainly, Abraham was not justified by works of the law. That is so clear. So, what is Paul telling us? എന്താ Paul ഇവിടെ പറയുന്നത്? ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കറിയാം ഇത് ഇച്ചിരി ബ്രേക്ക് ഡൗൺ ചെയ്ത് മനസ്സിലാക്കേണ്ട വേദഭാഗമാണെന്നറിയാം. ഞാൻ അല്പം കഴിയുമ്പോൾ ചില ഇല്ലുസ്ട്രേഷൻസ് ഉപയോഗിക്കാം, അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. പക്ഷേ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഫണ്ടമെൻ്റൽ. ആൻഡ് ആസ് യു begin, understand it, you begin enjoying it. That's the secret of studying God's word. ഇത് ചുമ്മാതെ എങ്ങനെയും പരീക്ഷയ്ക്ക് കണക്ക് പഠിച്ചെഴുതുന്ന വളരെ ചുരുക്കം ചിലരേ ഉള്ളല്ലോ കണക്ക് എൻജോയ് ചെയ്യുന്ന. ചിലർ എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഫോർ ദം ഇറ്റ് ഈസ് അല്ലെ സയൻസ്, അല്ലെ എന്തുമാട്ടെ, ഏത് സ്ട്രീമുമാട്ടെ ചിലർ എൻജോയ് ചെയ്യുന്നവരുണ്ട്. അത് അങ്ങനെയുള്ള കാര്യം അവരുടെ അത് പ്രത്യേകിച്ച് അത് നമ്മുടെ പുറത്തുനിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം. എന്നാൽ ഇത് അങ്ങനെയല്ല. നമ്മുടെ സാൽവേഷൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു അറിവല്ലല്ലോ. ദൈവം ചെയ്തതാകുന്ന ആ രക്ഷയെക്കുറിച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കും തോറും അതിൻ്റെ മാധുര്യം നമ്മൾ എൻജോയ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഐ നീഡ് യുവർ അൺഡിവൈഡഡ് അറ്റൻഷൻ. ഐ നോ ദിസ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ ബൈബിൾ ക്ലാസ്. ഐ നോ. വൈ ഷുഡ് ഐ സേ ദാറ്റ്? ഐ എം നോട്ട് ക്ലെയിമിങ് ആൻ എക്സ്ക്ലൂസിവിറ്റി among us. No, not at all. But usually people don't want to talk about it. They always want to work up and have some so-called spiritual andariksham. Then they have a satisfaction. Oh, innu edandu nadannu. No, anganonnu allenne. Even I could go that way. No, but I will not. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. Paul doesn't say that. He only means it is a fresh revelation focusing on Christ. Although it was there in the Old Testament all through. Why? Look at verse 22 in Malayalam, but English in the same words. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നോക്കിയേ, അതായത് ബട്ട് നൗ, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്തോ അതിന്റെ അർത്ഥം? ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. ന്യായപ്രമാണം പറയുന്ന നീതി പ്രവർത്തികൾ അതുകൂടാതെ
വിശ്വസിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി നിമിത്തം ദൈവം നീതിമാന്മാരാക്കും, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യും, റൈച്ചസ് ആക്കും, കുറ്റവിമുക്തരാക്കും എന്ന കാര്യം ന്യായപ്രമാണം കൂടാതെ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാതെ, പ്രവൃത്തി ഒന്നും ചെയ്യാതെ ഗോഡ് എന്ത് ചെയ്യുക? വിത്തൗട്ട് എനി വർക്ക്സ് ഓഫ് ദ ലോ ഗോഡ് ഡിക്ലെയർസ് എ ഗിൽറ്റി സിന്നർ not guilty. He didn't do anything. That is the meaning of that. Apart from the law, the righteousness of God has been manifested. And Paul says, although the law and the prophets bear witness to it, meaning it was there in the Old Testament. Okay? Are you with me? So, in the Old Testament, Paul says, it was not when God saved a sinner, it was not a different method, rather, it was grace and faith. You understand? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പം മാനിഫെസ്റ്റ് ചെയ്തു. എന്താ? ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. വെളിപ്പെട്ടു, മാനിഫെസ്റ്റ് ചെയ്തു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളില്ലാതെ ഒരു മനുഷ്യന് നീതീകരിക്കപ്പെടാമെന്ന് ദൈവം ഒരു ഫ്രഷ് റെവലേഷൻ കൊടുക്കുകയാണ് ക്രോസിൽ. പക്ഷെങ്കിൽ അതിന് അടുത്ത വാക്യം, ഇൻ മലയാളം ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് വേഴ്സ്. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. See, look at that. The righteousness of God through faith in Jesus. Okay. അതിന് the law and the prophets bear witness to it. How? When you come to chapter 4, Paul is taking an illustration from the law of Moses, Abraham. Okay? ന്യായപ്രമാണവും പിന്നെ ആര് പറയുന്നു? പ്രവാചകന്മാർ. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന അർത്ഥം. ഓക്കെ? The law and the prophets is a common phrase referring to the Old Testament as a whole. So, when Paul says the law and the prophets bear witness to it, he simply means this. And in fact, he goes ahead and illustrates that truth. Number one, from the law of Moses, the story of Abraham, not the story, rather the history of Abraham. He proves Abraham was not justified by the works of the law. That's why he says, apart from the law, a righteousness from God apart from the law. ന്യായപ്രമാണം കൂടാതെ ദൈവത്തിൻ്റെ നീതി എവിടെ വെളിപ്പെട്ടു വന്നു? സുവിശേഷത്തിൽ. അതുവരെ വെളിപ്പെട്ടില്ല. ഓക്കെ? അതുവരെ വെളിപ്പെട്ടില്ല. So, in the Old Testament, in their partial foretellings and foreshadowing. So you should listen to those two words. For partial foretelling and foreshadowing things to come. യാഗങ്ങൾ, പ്രത്യേക ദിവസങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ. അതല്ലേ ഫോർഷാഡോ ചെയ്യുകയായിരുന്നു. ആരെക്കുറിച്ച്? ക്രിസ്തുവിനെക്കുറിച്ച് അല്ലേ? അതുകൊണ്ടല്ലേ ഇൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 നമ്മൾ വായിക്കുന്നേ, അവരെല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു. ഈ ഭാഗം നിങ്ങൾക്ക് അറിയത്തില്ലേ? അറിയാം. ഓക്കെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും ഓക്കെ
വായിച്ചു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. Look at that. ആ പാറ ക്രിസ്തുവായിരുന്നു. So it was foreshadowed in the Old Testament, but fully revealed in the gospel. It was there. You understand me? So in other words, the Old Testament saints are a group of people who were saved by faith and because of the grace of God, but before the cross of Calvary. But what is our privilege? We are saved by faith through grace, by the grace of our God, through the cross, after the cross. The only difference is before the cross, after the cross. Are you all with me? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ക്രൂശിന് മുൻപില്, ക്രൂശിന് ശേഷം ഒറ്റ രക്ഷാമാർഗം, ഒരു രക്ഷാമാർഗം. കാരണം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധാനത്തിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ എന്തോ വരത്തുള്ളൂ? പാപത്തിൻ്റെ പരിജ്ഞാനമേ വരത്തുള്ളെന്ന്. ന്യായപ്രമാണം എന്നെ, അതാ ന്യായപ്രമാണത്തിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ലിസൺ, ന്യായപ്രമാണത്തിൻ്റെ ഫങ്ഷൻ തന്നെ അതാ ഇന്നും. കാരണം ന്യായപ്രമാണം ഇത് പിന്നെ അതിന് നീക്കമില്ല, എന്തേ ഉള്ളൂ? എന്തോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചേ, ന്യായപ്രമാണത്തിന് എന്തില്ല? നീക്കമില്ല, നിവൃത്തിയേ ഉള്ളൂ. പിന്നെ യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും അതുവരെ ഇതിനകത്തെ വള്ളി മാറുകയല്ല, പുള്ളി മാറുകയില്ലെന്ന് ഉറച്ചു നിൽക്കുക, അതുവരെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ഇതിൻ്റെ ഫങ്ഷൻ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഷോസ് മീ ഹൂ ആം ഐ. When I look at the law of God, then I understand I fall short of the standards of God's law. So what is the solution? In other words, the law is like a fourth generation scanning machine. It shows you what is your fault, but it doesn't cure you. It simply, without words, tell you, I cannot heal you, but go to a person who can heal you. Without words. Okay? That is the function. ന്യായപ്രമാണത്തിൻ്റെ ഫങ്ഷൻ അതാ, നമ്മളെ കാണിക്കുക നമ്മൾ ആരാന്ന്, എന്നിട്ട് നമ്മളോട് പറയുക. അതുകൊണ്ടാണ്, that is why Paul in Galatians says, the law functions as a school teacher. ന്യായപ്രമാണം ക്രിസ്തു വരുന്നത് വരെ എന്തായിട്ട് ഭവിച്ചു? ശിശുപാലകൻ. ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിങ്കലേക്ക് as a school teacher, that the law was pointing to Christ. It was foretelling and it was foreshadowing Christ. Okay? So ഈ ദൈവത്തിൻ്റെ നീതി, since God's righteousness, God's holy standard is so high, and every mouth is stopped and every man stands condemned. So Paul says, when Christ enters, and this human predicament has been radically transformed because of the saving act of God in Christ,
which Paul is going to develop here. ഓക്കെ, അപ്പോൾ 21-ാമത്തെ വാക്യത്തിൻ്റെ ആ മീനിങ് നമ്മളൊന്ന് ഉൾക്കൊള്ളണം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് എബ്രഹാമിനെ കുറിച്ച് പറയുന്നു. എന്നാൽ പ്രവാചകന്മാർ സാക്ഷ്യം പറയുന്നത് നമ്മൾ കണ്ടല്ലോ. 1st chapter and verse 17. Do you know? The just shall live by faith. Where is that quotation from? എവിടെ നിന്നാ കൊട്ടേഷൻ? അയ്യോ, അറിയത്തില്ലയോ? നമ്മളിതെല്ലാം പഠിച്ചതാ. എവിടുന്നാ അത്? ഹബക്കുക്ക് 2-ാം അധ്യായം അല്ലേ? ആണോ? 2-ാം അധ്യായം 4-ാം വാക്യം ആണോ? നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നു. So the law and the prophets bear witness to that. The law bear witness in the life of Abraham. The prophets bear witness in that Old Testament quotation from the prophets. The just shall live by faith. Just shall live by faith. അതിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് കാണിച്ചേ. Can you show me that verse again? Look at that verse, please. Habakkuk 2:4. Yeah. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. ആരുടെ മനസ്സാണെന്നറിയാമോ? അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. Verse 3. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. നമ്മൾ അതിന്റെ 1 മുതൽ വായിച്ചാൽ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവും. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട്. ഓക്കെ, അവിടെ 2 കാര്യങ്ങളാ ഹബക്കുക്ക് പറയുന്നത്. ഒന്ന്, ദ ജസ്റ്റ്, നീതിമാൻ. നീതിമാൻ എന്തോ ചെയ്യുമെന്നറിയാമോ? ഹി വെയിറ്റ്സ് ഫോർ ഗോഡ്. ഓക്കെ, ഹി വെയിറ്റ്സ് ഫോർ ഗോഡ് because God has promised something. അല്ലേ? അങ്ങനല്ലേ? അവിടെ നീതിമാൻ എന്ത് ചെയ്യും? അതേസമയം മറ്റൊരുത്തൻ എന്ത് ചെയ്യും? ഐ വിൽ ഡു. അവൻ്റെ മനസ്സെന്ത് ചെയ്തിരിക്കുന്നു? അവൻ്റെ ഉള്ളിൽ അഹങ്കരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ കോൺട്രാസ്റ്റ് ചെയ്യുകയാണ് നീതിമാനെ. ഓക്കെ, ഒരുത്തൻ എന്നാ പറയുന്നേ? അവൻ്റെ മനസ്സുള്ളിൽ അഹങ്കരിക്കുന്നു. കാരണം അവന് ആ സ്വയം നീതിയിലാണ് കാര്യങ്ങൾ പോകുന്നേ. എന്നാൽ നീതിമാൻ എങ്ങനെയാ ചെയ്യുന്നേ? അവൻ വിശ്വാസമല്ല. അവൻ അഹങ്കരിക്കാനൊന്നും ഇല്ലല്ലോ. അവൻ അഹങ്കരിക്കാനൊന്നും ഇല്ല. കാരണം അവനറിയാമല്ലോ ദൈവം കരുണ ചെയ്തെങ്കിലേ ഉള്ളെന്നറിയാം. ദൈവത്തിൻ്റെ പ്രോമിസ് ഫുൾഫിൽ ആകണം, അതേ ഉള്ള എനിക്ക് രക്ഷയെന്നറിയാം. അതുകൊണ്ട് അവൻ ഹി വെയിറ്റ്സ് ഫോർ ഗോഡ്. അവൻ എങ്ങനെ ജീവിക്കുമെന്നറിയാമോ? വിശ്വാസത്താൽ. So Paul quotes that from the very passage of the Old Testament prophets. And therefore here Paul says the righteousness of God intervened in the dark night. God intervenes and he reveals, he manifests the righteousness of God. And that righteousness of God is apart from the works of the law, but that doesn't mean it is a divine afterthought. Okay? ഇത് ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് പറയുന്നത് അത് ദൈവം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ രക്ഷപ്പെടുകയല്ലെന്നാണ് പറയുന്നത്. എന്നാൽ അത് സുവിശേഷത്തിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ അത് ഫോർഷാഡോ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ക്ലിയറായിട്ട് പറയുകയാണ് അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പിന്നീട് ചിന്തിച്ച ഒരു കാര്യമല്ല
വിശ്വാസത്താലുള്ള നീതീകരണമെന്ന് മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഡിവൈൻ ആഫ്റ്റർ തോട്ട്. യഹൂദന്മാരെ തിരഞ്ഞെടുത്തു, അവർ കൊള്ളരുതാത്തവരായി തീർന്നു, അപ്പോൾ എന്നാൽ പിന്നെ ജാതികളെ എടുത്തേക്കാം. അങ്ങനല്ല. Can you read Ephesians chapter 4 and 5? Chapter 1 verses 4 and 5. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. സോ അതിന്റെ 4 വാക്യം മുതൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. വേഴ്സ് 4 onwards. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അപ്പം നമ്മൾ എന്തല്ലായിരുന്നു? വിശുദ്ധരും അല്ലായിരുന്നു, നിഷ്കളങ്കരും അല്ലായിരുന്നു. പക്ഷേ വിശുദ്ധരും നിഷ്കളങ്കരും അല്ലാതിരിക്കെ എപ്പോഴാ ദൈവം ഇത് പ്ലാൻ ചെയ്തത്? ലോകസ്ഥാപനത്തിന് മുമ്പാണ്. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും, അടുത്തത് He predestined us for adoption to Himself as sons through Jesus Christ. ഈ വാക്കൊക്കെ പറയുമ്പം ആരും എന്നോട് വഴക്കിന് വരില്ല. ഇത് പുസ്തകത്തിലെ വാക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ ചില ബൈബിൾ വേഴ്സസൊക്കെ ഉദ്ധരിക്കുമ്പോൾ ചിലരെന്നെ അങ്ങ്, ഞാൻ ഫേസ്ബുക്കിൽ പിന്നെ അതൊക്കെയാണ് ഇടുന്നത്, ബൈബിൾ വേഴ്സസും കാര്യങ്ങൾ. കാരണം എൻ്റെ മനസ്സിൽ അങ്ങ് സന്തോഷം തോന്നുന്നത്, എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം വേറൊന്നും. ഓക്കെ, ഫേസ്ബുക്ക് ഞാനധികം യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കിയേ, ഹി പ്രീഡെസ്റ്റിൻഡ് അസ്. എന്താണെന്നൊക്കെ ഉള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഒന്ന് അതിൻ്റെ കോൺട്രാവേഴ്സി മനസ്സിൽ നിന്നൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ ആ ബ്യൂട്ടി ഒരു നിമിഷം ഒന്ന് ഫോക്കസ് ചെയ്തേ. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെയും നിങ്ങളെയും അഡോപ്റ്റ് ചെയ്യാനായിട്ട്, യേശുക്രിസ്തു മുഖാന്തരം അഡോപ്റ്റ് ചെയ്യാനായിട്ട്, അത് again previous verse, look at that English portion. He predestined us for adoption to Himself as sons, of course that includes, I have explained that, daughters. It is not, Paul is not Stri Virodhi, gato. No, that's not the meaning there. He predestined us. കാരണം അവിടെ സൺസ് എന്ന് പറയുന്ന അഡൽഫോയ് എന്ന വാക്ക്, അഡൽഫോയ് എന്ന് പറഞ്ഞാൽ ഒരേ സിബ്ലിങ്സ് എന്ന അർത്ഥമാണ് അത്. ഇൻഫാക്റ്റ് ദാറ്റ് ഈസ് ദ മീനിങ്, സിബ്ലിങ്സിന് ഉപയോഗിക്കുന്ന അത്. അതിനകത്ത് സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആണുമുണ്ട് പെണ്ണുമുണ്ട്. ഓക്കെ, അപ്പോൾ സൺസ് എന്ന് പറയുമ്പോൾ നമ്മളാരും ചിന്തിക്കരുത്, അത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അത് ട്രാൻസ്ലേറ്റേഴ്സിൽ വന്നേക്കുന്ന കാര്യമാണ്. എന്നാൽ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം, അക്കോർഡിംഗ് ടു ദ പർപ്പസ് ഓഫ് ഹിസ് വിൽ. അപ്പോൾ ഈ പർപ്പസ് എവിടാ ദൈവം പ്ലാൻ ചെയ്തത്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്ന പോലെ പൗലോസ് പറയുന്നുണ്ടല്ലോ, in the Acts of the Apostles, when Paul preached in a synagogue, they rejected him, and then he said, now I am turning to the Gentiles. Does he mean that because you rejected, I'm going away? No, that's not the meaning. Now you have been given Jew first and Gentile. Okay, Jew first, I have proclaimed the gospel to you, but I know there are Gentiles too. I'm turning to them. So that is the meaning. So this is not a divine afterthought.
the scriptures, the law and the prophets bear witness to that, according to the purpose of his will. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. Can we appreciate our salvation? For a moment, let's all, I know the time is up. ഇത് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ളൊരു പാസേജാണ്. I want to dwell in that passage maybe few weeks. So beautiful, so sweet, and so magnificent. And if you rightly understand this passage, you will be able to understand the rest of Romans. Okay? ഈ പാസേജ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ബാക്കിയെല്ലാം നമുക്ക് ഭയങ്കര ക്ലിയർ ആകും. We will begin to appreciate God's wonderful plan of salvation. As the book of Hebrews says, such a great salvation. അല്ലേ? ദൈവത്തിൻ്റെ ആ മഹത്തായ രക്ഷ. എബ്രായ ലേഖനകാരൻ പറയുന്നത് പോലെ ഇത്ര വലിയ രക്ഷ. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, we begin to appreciate that. Secondly, if this is what all about salvation, we go about proclaiming that salvation. For how lovely on the mountains are the feet of him who proclaims good news, who announces peace. അല്ലേ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വി ബിഗിൻ ടു അപ്രീഷിയേറ്റ്. ഒന്ന്, നമ്മൾ തന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. രണ്ട്, വി കനോട്ട് കീപ് ക്വയറ്റ്. വി ഗോ ഔട്ട്, പ്രൊക്ലെയിം ദിസ് ഗ്രേറ്റ് സാൽവേഷൻ. ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പോളിനുള്ള ആ ബോധ്യങ്ങൾ നമുക്കും ഉണ്ടാകണമെങ്കിൽ പോളിൻ്റെ ആ കാഴ്ചപ്പാട് നമ്മളിലേക്ക് വരണം. എന്താ കാഴ്ചപ്പാട്? എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. എന്നാ പോളെ ലജ്ജയില്ലാത്തത്? അതിൻ്റെ കാരണം അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാണ്. ആർക്കൊക്കെയാ പൗലോസേ പോളെ? അത് യഹൂദനുമുണ്ട്, യമനനുമുണ്ട്. എന്തുകൊണ്ടാ പൗലോസേ? അതിൽ വെളിപ്പെട്ടു വന്നേക്കുന്നത് എൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയുടെ നീതിയല്ല, പിന്നെയോ ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന ആ നീതിയാണ് വെളിപ്പെട്ടു വന്നേക്കുന്നത്. So this is the beauty of the gospel. Let's bow down our heads in prayer. I call upon one of the brothers to kindly conclude in prayer.